അപ്പം നമുക്ക് റയൽ മാഡ്രിഡിനെ കുറിച്ച് പറയുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് ലിവർപൂളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചെങ്കിൽ കൂടിയും ഈ സീസണിൽ ഉണ്ടാകുന്ന മൊത്തമായിട്ടുള്ള പരാജയം എനിക്ക് തോന്നുന്നത് ആ കോച്ചിന്റെ പ്രശ്നം തന്നെയാണ് എന്നാണ്. ആർനെ സ്ലോട്ട് എന്ന് പറഞ്ഞാല് ഡച്ച് ലീഗിലെ ഫെയനൂർഡ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. ആ ക്ലബിനെ വളരെ ചെറിയ ബജറ്റിൽ പ്ലേയേഴ്സിനെ വാർത്തെടുത്ത് നന്നായിട്ട് കോച്ച് ചെയ്ത് അവരെ നന്നായിട്ട് ടാക്ടിക്സ് എല്ലാം പഠിപ്പിച്ച് ഇംപ്രൂവ് ചെയ്തിട്ട് ലീഗ് അടിച്ച ടീമാണ് ഫെയനൂർഡ് എന്ന് പറഞ്ഞത്. അതാണ് ആർനെ സ്ലോട്ടിന്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ടും ഏറ്റവും ബെസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. തന്നെ ലിവർപൂൾ എന്ന് പറയുന്ന ഒരു ബിഗ് ക്ലബിൽ ചേരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഡേറ്റ വെച്ച് നോക്കുമ്പോഴും മറ്റുള്ള പെർഫോമൻസ് നോക്കുമ്പോഴും ആർനെ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോച്ചാണ്. ഫെയനൂർഡിനെ പോലെയുള്ള ഒരു എൻവയൺമെന്റ് അല്ല ഒരിക്കലും ഉണ്ടാവുക. അദ്ദേഹം ഈ ലിവർപൂൾ ക്ലബിന് ഫിറ്റ് ആയ ഒരു കോച്ചാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെയനൂർഡ് പോലെയല്ല ലിവർപൂൾ, വലിയ ക്ലബ്ബാണ്. നമുക്കൊരു ചെറിയ വീടുണ്ട്, ആ വീട്ടിൽ വൃത്തിയാക്കുന്ന പോലെയല്ല വലിയ വീട്ടിൽ നമ്മൾ വൃത്തിയാക്കില്ല. ഒരുപാട് സമയമെടുക്കും, പിന്നെ ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് അഡാപ്റ്റ് ആവില്ല, നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാടുണ്ടാവും. ഒരു ചെറിയതിൽ നിന്നും ഒരു വലിയൊരു ക്ലബിലോട്ട് മാറുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫെയനൂർഡിലെ ലിവർപൂളിലുള്ള പോലത്തെ ഗാലാക്ടിക്കോസ് അല്ലെങ്കിൽ സ്റ്റാർസ് ഒന്നും ഇല്ല. സ്റ്റാർസിന്റെ ഈഗോ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ടോപ്പ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഈ പ്ലേയേഴ്സിന് ഇത്ര കോച്ചിങ്ങിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇയാൾ പോയിട്ട് പിന്നെ ഇവരെ കോച്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്ലേയേഴ്സിന് ഈഗോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോച്ചിന് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ വലിയ ക്ലബിൽ പോകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു അഡാപ്റ്റേഷൻ ഈ കോച്ച് നടത്തിയോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിവർപൂളിൽ മാഡ്രിഡിനെ പോലെ തന്നെ ഒരു കോച്ചിനെ അല്ല വേണ്ടത്, പകരം ഒരു മാനേജറാണ് വേണ്ടത്. ആർനെ സ്ലോട്ടിനെ പുറത്താക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഈ പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യേണ്ട, പകരം കോച്ചിനെ ബ്ലെയിം ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ബൈ.